ഒരു തുള്ളി പോലും മഴ പെയ്യാതെയുള്ള മിന്നൽ പ്രളയത്തിന് നേപ്പാൾ ഒരിക്കൽ കൂടി സാക്ഷ്യം വഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഒലിച്ചുപോയത് ആയിരങ്ങളാണ് എന്ന് സംശയിക്കുന്നു. 162 പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 800-ലധികം പേരെയാണ് കാണാതായിരിക്കുന്നത്. ഇതിൽ 403 പേർ വിനോദസഞ്ചാരികളാണ്. 341 പേർ കാണാതായവരിൽ വിദേശികളാണ്. 142 പേർ ഈ കാണാതായ വിദേശികളിൽ ഇന്ത്യക്കാരാണ് എന്നതും ഞെട്ടിക്കുന്ന വിവരമാണ്. മരണസംഖ്യയും കാണാതായവരുടെ എണ്ണവുമെല്ലാം വർദ്ധിക്കാനുള്ള വലിയ സാധ്യതയാണുള്ളത്. വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ടൂറിസ്റ്റ് ഓപ്പറേറ്റർമാരിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ള ഏതാണ്ട് 10 ടൂറിസ്റ്റ് ഓപ്പറേറ്റർമാരിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് പ്രാഥമികമായ കണക്കെടുപ്പിന് ഉപയോഗിച്ചിരിക്കുന്നത്. വിനോദസഞ്ചാരികൾ എത്ര പേരുണ്ടായി എന്നുള്ളതിനെക്കുറിച്ചോ മൊത്തത്തിൽ കാണാതായവരെക്കുറിച്ചോ മരണപ്പെട്ടവരെക്കുറിച്ചോ ഉള്ള അന്തിമ കണക്കുകൾ ഇതിലും ഭയാനകമായിരിക്കും എന്ന് ഇതോടുകൂടി വ്യക്തമാവുകയാണ്. അതായത് നേപ്പാൾ അധികൃതർ കണക്കെടുപ്പ് തുടരുകയാണ് എന്നർത്ഥം. എത്ര പേർ മരിച്ചിട്ടുണ്ട് എന്നറിയില്ല. പക്ഷേ 162 പേരുടെ മരണം മാത്രമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിരവധി ജില്ലകളിലാണ് ഒലിച്ചു പോയിട്ടുള്ളത്. 8 ജില്ലകളിൽ നിന്നാണ് മൃതദേഹ അവശിഷ്ടങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മരണസംഖ്യ ഉയരാനുള്ള കാരണമാണ് ഇപ്പോഴും ഏവരുടെയും ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ വീണ്ടും പ്രളയത്തിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പും ഇപ്പോൾ വന്നിരിക്കുന്നു. രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. നേപ്പാൾ അധികൃതർ മാത്രമല്ല, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ രക്ഷാദൗത്യത്തിൽ അണിചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും സമാനമായ രീതിയിൽ ലക്ഷക്കണക്കിന് ലിറ്റർ ജലം ഇത്തരത്തിൽ വീണ്ടും മിന്നൽ പ്രളയമായി വരാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് ഭയപ്പെടുത്തുന്നതാണ്. ഇന്റർനാഷണൽ സെന്റർ ഫോർ ഇന്റഗ്രേറ്റഡ് മൗണ്ടെയിൻ ഡെവലപ്മെന്റ് എന്ന സംഘടനയാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് ഈ മഞ്ഞുരുകിയുള്ള വെള്ളം അത് തടാകങ്ങളിൽ വീണ്ടും ചെറിയ ചെറിയ തടയണകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ തടയണകളിൽ വീണ്ടും ജലം വന്ന് നിറയുന്നുണ്ട്. ആ തടയണകളും ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് എങ്കിൽ വീണ്ടും പ്രളയം ജലം ഇരച്ചെത്തിയേക്കാമെന്നും കൂടുതൽ മരണത്തിന് കാരണമായേക്കുമെന്നുമൊക്കെയുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇന്റർനാഷണൽ സെന്റർ ഫോർ ഇന്റഗ്രേറ്റഡ് മൗണ്ടെയിൻ ഡെവലപ്മെന്റ് എന്ന ഏജൻസി നൽകുന്നത്. ഒരു തുള്ളി പോലും മഴയുണ്ടാകാതെ പ്രളയമുണ്ടാകുന്നത് എങ്ങനെ എന്ന ചോദ്യം ഏവരെയും അത്ഭുതപ്പെടുത്തിയേക്കാം. എന്നാൽ ഗ്ലോഫ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് ഈ മിന്നൽ പ്രളയത്തിന് കാരണമെന്ന് ശാസ്ത്രജ്ഞന്മാർ വ്യക്തമാക്കുന്നു. ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേസ്റ്റ് ഫ്ലഡ് എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം മഞ്ഞുരുകിയുണ്ടാകുന്ന തടാകങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഹിമാലയത്തിലെ മഞ്ഞുകൾ ഉരുകി ചെറിയ ചെറിയ തടാകങ്ങൾ ഈ മലനിരകളിൽ രൂപപ്പെടാറുണ്ട്. മഞ്ഞും അതുപോലെ തന്നെ ചെറിയ കല്ലുകളും അതോടൊപ്പം ചെളിയുമെല്ലാം കൂടിച്ചേർന്നാണ് ഇങ്ങനെ ഒരു പ്രകൃതിദത്തമായ ഭിത്തി രൂപപ്പെടുന്നത്. ആ ഭിത്തിയിലാണ് വലിയ വലിയ തടാകങ്ങൾ രൂപപ്പെടുന്നത്. ലക്ഷക്കണക്കിന് ലിറ്റർ ജലമാണ് ഈ തടാകങ്ങളിൽ കെട്ടിക്കിടക്കുന്നത്. എന്നാൽ ഈ ഒരു ഭിത്തിക്ക്, പ്രകൃതിദത്തമായ ഭിത്തിക്ക് ഡാമുകൾ പോലെയുള്ള ഒരു വലിയ ബലമുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഹിമപാതം അല്ലെങ്കിൽ ഈ പറയുന്ന മഞ്ഞുവീഴ്ച കൂടുമ്പോഴോ മഞ്ഞുരുകുന്നത് കൂടുമ്പോഴോ ഒക്കെ ഇത്തരത്തിലുള്ള ഈ മിന്നൽ പ്രളയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആഗോള താപനമാണ് ഇതിന് കാരണമായി പറയപ്പെടുന്നത്. അതായത് സാധാരണ രീതിയിൽ മഞ്ഞുരുകുന്ന ഒരു വേഗത അത് കൂടുകയും ജലം ധാരാളം ആ തടാകങ്ങളിൽ നിറയുകയും ഈ ജലം താങ്ങാൻ കഴിയാതെ ഈ പറയുന്ന പ്രകൃതിദത്ത ഭിത്തികൾ പൊട്ടി ജലം ഈ മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കുത്തിയൊഴുകുകയുമാണ് പതിവായിട്ടുള്ളത്. സാധാരണയായും നദികളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ നദീതീരത്ത് താമസിക്കുന്ന ആളുകളെയാണ് ഇത് പ്രാഥമികമായും ബാധിക്കുക. എന്നാൽ ഇവിടെ കഴിഞ്ഞ ദിവസമുണ്ടായ മിന്നൽ പ്രളയത്തിന് കാരണം ഭൂചലനമാണ് എന്ന് പറയപ്പെടുന്നു. ടിബറ്റിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിലാണ് ഈ പറയുന്ന തടാകങ്ങളുടെ ഭിത്തികൾ പൊട്ടിയത്. അങ്ങനെയാണ് ജലം ഇരച്ചെത്തിയത്. ഇങ്ങനെയുള്ള ഈ ഗ്ലോഫ് പ്രതിഭാസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ സമയം ലഭിക്കില്ല എന്നുള്ളതാണ്. യാതൊരു മുന്നറിയിപ്പും നമുക്ക് ലഭിക്കുകയില്ല. മഴ പെയ്യുമോ ഇല്ലയോ എന്ന മുന്നറിയിപ്പ് നമുക്ക് ലഭിച്ചേക്കാം. കാലാവസ്ഥാ സംബന്ധമായ ന്യൂനമർദ്ദങ്ങളും അതുപോലെ തന്നെ മറ്റെല്ലാം പ്രവചിക്കാൻ കഴിയും. പക്ഷേ ഇത്തരത്തിൽ ഈ ഗ്ലോഫ് പ്രതിഭാസം ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല, മുന്നറിയിപ്പ് നൽകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒട്ടനവധി ജീവനുകൾ ഈ മിന്നൽ പ്രളയത്തിൽ നഷ്ടപ്പെട്ടേക്കാം. വലിയ ഭയാനകമായ കൊടുങ്കാറ്റ് വന്നാൽ പോലും ആളുകളെ അവിടെ നിന്നും മാറ്റിപ്പാർപ്പിച്ചുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ കഴിയും. പക്ഷേ ഈ ഗ്ലോഫ് പ്രതിഭാസത്തിന് മുന്നിൽ മനുഷ്യർ നിസ്സഹായരാണ്.
ഒട്ടനവധി കോടികളുടെ നാശനഷ്ടമുണ്ടാകും. വലിയ വലിയ അമ്പരചുംബികളായ കെട്ടിടങ്ങളും അതുപോലെ തന്നെ ജീവിതകാലം മുഴുവനുള്ള സമ്പാദ്യങ്ങളും മനുഷ്യജീവനുമെല്ലാം ഈ മിന്നൽ പ്രളയത്തിൽ ഒലിച്ചു പോയേക്കാം. അതാണ് കഴിഞ്ഞ ദിവസം നേപ്പാളിൽ നമ്മൾ കണ്ടത്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശത്താണ് ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിർത്തി സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ജാഗ്രത പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പ്രധാനമായും ബീഹാറിനെയും ഉത്തർപ്രദേശിനെയും ഈ പ്രളയം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. മണിക്കൂറുകൾക്കകം പ്രളയജലം ഇന്ത്യയിലെത്തും. അതുകൊണ്ട് തന്നെ ബീഹാറിലെ ചില ജില്ലകളിൽ കനത്ത ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബീഹാറിലും ഉത്തർപ്രദേശിലുമെല്ലാം കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും സംയുക്തമായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നു. രണ്ട് സംസ്ഥാനങ്ങൾക്കും എല്ലാ സഹായവും കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ള ജില്ലകളിൽ NDRF സംഘങ്ങളെ അടക്കം നിയോഗിച്ചുകൊണ്ട് വലിയ ഒരുക്കങ്ങൾ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നു. നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം ദുരന്തകാലത്ത് ഏറ്റവും അധികം സഹായവുമായി എത്തുന്നത് ഇന്ത്യ തന്നെയാണ്. 2025 ഭൂകമ്പം നമുക്ക് ഓർമ്മയുണ്ട്. ആ ഭൂകമ്പ സമയത്ത് വലിയ സഹായമാണ് ഇന്ത്യ നേപ്പാളിന് നൽകിയത്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ പോലെ കണ്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ശക്തമായ ഇടപെടലുകൾ രക്ഷാപ്രവർത്തന സമയത്ത് നടത്തി. അത്യാധുനികമായ രക്ഷാപ്രവർത്തന ഉപകരണങ്ങളും ജീവൻ രക്ഷാ മരുന്നുകളും അതുപോലെ തന്നെ താൽക്കാലിക ആശുപത്രികളുമെല്ലാം ഒരുക്കാൻ അന്ന് ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. ഇന്ത്യയുടെ ഈ രക്ഷാദൗത്യം കണ്ട് കൈയടിക്കുകയായിരുന്നു ലോകരാഷ്ട്രങ്ങൾ. അന്ന് സമാനമായ രക്ഷാദൗത്യം ഒരുക്കാൻ ഇപ്പോൾ ഇന്ത്യയും തയ്യാറെടുക്കുകയാണ്. ഇതിനോടകം തന്നെ 40 ടൺ രക്ഷാദൗത്യ ഉപകരണങ്ങൾ നേപ്പാളിലേക്ക് ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. C-17, C-130J, C-295 വിമാനങ്ങളെ വ്യോമസേന സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. കൂടാതെ ധ്രുവ് ഹെലികോപ്റ്ററുകളെ അടക്കം ഇപ്പോൾ വ്യോമസേന സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം എത്തിക്കാൻ. കാരണം വീണ്ടും മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുള്ളത് കൊണ്ട് തന്നെ എല്ലാ രക്ഷാ സംവിധാനങ്ങളും സ്റ്റാൻഡ് ബൈ മോഡിലാണ്. ഇന്ത്യക്ക് പുറമെ ചൈനയും അമേരിക്കയുമെല്ലാം നേപ്പാളിന് സഹായഹസ്തവുമായി എത്തിയിട്ടുണ്ട്. ചൈനയും രക്ഷാദൗത്യങ്ങളിൽ പങ്കാളികളാണ്. കാരണം ടിബറ്റിലും സമാനമായ രീതിയിലുള്ള മിന്നൽ പ്രളയം ഉണ്ടായിട്ടുണ്ട്. അവിടെയും വലിയ രീതിയിലുള്ള നഷ്ടമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയും അതുപോലെ തന്നെ ഇന്ത്യയും കൈകോർത്തുകൊണ്ടാണ് നേപ്പാളിൽ രക്ഷാദൗത്യം നടത്തി വരുന്നത്. അമേരിക്ക $5 ലക്ഷം അടിയന്തര ധനസഹായം നേപ്പാളിന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലോകമാകെ നേപ്പാളിന് കൈത്താങ്ങായി എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യൻ എംബസിയും ഇപ്പോൾ ഇന്ത്യക്കാരുടെ വിവരങ്ങൾ ലഭ്യമാക്കാനായി രംഗത്തുണ്ട്. 142 ഇന്ത്യക്കാരെ കാണാതായവരുടെ ലിസ്റ്റിലുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇവരെവിടെയാണ് അല്ലെങ്കിൽ ഇവരുടെ പൊസിഷൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നാട്ടിലേക്ക് കൈമാറാനായി കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. നേപ്പാളിൽ ഈ പറയുന്ന അപകടത്തിൽ പെട്ടുപോയവരിൽ ഭൂരിഭാഗം പേരും ടൂറിസ്റ്റുകളാണ് എന്നുള്ളതാണ് ഏറ്റവും അധികം ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ആ പ്രദേശത്തെ പ്രത്യേക സാഹചര്യങ്ങളെക്കുറിച്ചോ ടെറൈൻ്റെ സ്വഭാവത്തെക്കുറിച്ചോ ഒന്നും വ്യാപകമായ അറിവില്ലാത്ത ആളുകളാണ് അവിടെ എത്തിയിട്ടുള്ളത്. അവരാണ് ഈ പറയുന്ന മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിപ്പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലാണ് കേന്ദ്ര സർക്കാർ. ഈ രക്ഷാദൗത്യത്തിൽ ഇന്ത്യൻ പൗരന്മാരെ കണ്ടെത്താനും അവരുടെ ജീവൻ രക്ഷിക്കാനുമുള്ള വലിയ സന്നാഹം ഒരുക്കുകയാണ് കേന്ദ്ര സർക്കാർ. എന്തായാലും നേപ്പാളിലുണ്ടായ ഈ പ്രകൃതി ദുരന്തം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഭൂകമ്പത്തിന് ശേഷമുണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്തമാണ്. നേപ്പാൾ മന്ത്രിസഭയും നേപ്പാൾ പ്രധാനമന്ത്രിയുമെല്ലാം അപകടത്തിൽപ്പെട്ട ജനങ്ങൾക്ക് ഒപ്പം നിന്ന് പ്രവർത്തിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രിയുമായി ടെലിഫോണിൽ ചർച്ച നടത്തി. എല്ലാവിധ സഹായവും ഇന്ത്യ ഗവൺമെന്റ് നേപ്പാളിന് വാഗ്ദാനം ചെയ്തു എന്നാണ് സൂചന. മരണസംഖ്യ ഉയരാനിടയുണ്ട് എന്നുള്ളത് മാത്രമാണ് ഏക ആശങ്ക. ഇത്തരത്തിലുള്ള മിന്നൽ പ്രളയം ഉണ്ടാകുമ്പോൾ മനുഷ്യജീവനുകൾ രക്ഷിക്കാനുള്ള കൂടുതൽ തയ്യാറെടുപ്പുകളെക്കുറിച്ച് ചർച്ചകളും പഠനങ്ങളും വേണമെന്ന ആവശ്യവും ഉയരുകയാണ്. ദുരന്തമുഖത്ത് എന്തായാലും നേപ്പാൾ ഒറ്റയ്ക്കല്ല. ഇന്ത്യയും ചൈനയും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നേപ്പാളിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരവും.